ഏ അമ്മാവനല്ലേ വരുന്നത്? എടാ വയ്യാതായി, ഭക്ഷണത്തിന് വകയില്ലാതായി, നീ സഹായിക്കണം. വകയോ? അതെന്ത് ഭക്ഷണം? നിനക്ക് ഞാൻ പണ്ട് കുറേ സൂത്രമൊക്കെ പറഞ്ഞു തന്നതല്ലേ, അതൊക്കെ ഓർത്തിട്ട് നീ എന്നെ ഒന്ന് സഹായിക്കണം. അത് നീ എന്താ ആലോചിക്കുന്നത്? പണ്ടത്തെ സൂത്രങ്ങളാ അമ്മാവ, അതൊക്കെ ഓർത്ത് കഴിഞ്ഞിട്ട് വേണ്ടേ സഹായിക്കാൻ. അമ്മാവ ഒരു ഐഡിയ ഉണ്ട്, ഒരാഴ്ച ഈ കാട് താമസിക്കുക. എന്തു കാര്യത്തിനും ഞാൻ അമ്മാവനോടാണ് സൂത്രം ചോദിക്കുന്നത് എന്ന് പരസ്യം ചെയ്യാം. അതുപോലെ ആവശ്യമുള്ളവർ അമ്മാവനെ വിളിച്ചാൽ മതി എന്ന് പറയാം. ഐഡിയ ഒന്നിന് 1-2 മുട്ട വെച്ച് ഫീസ് വാങ്ങിയ കുശാലായില്ലേ? ആ, അത് കൊള്ളാം. പക്ഷേ ഐഡിയ കൊടുക്കണ്ടേ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് അമ്മാവൻ സ്വന്തം ഐഡിയ ആയിട്ട് പറഞ്ഞാൽ മതി. വെരി സിമ്പിൾ. ഷെരു എന്ത് പ്രശ്നത്തിനും അമ്മാവനെ വിളിക്കണമെന്നും എല്ലാവരോടും പോയി പറ. എന്ത് പ്രശ്നം വന്നാലും അമ്മാവനെ വിളിക്കണം. സൂത്രൻ പറഞ്ഞിട്ടുണ്ട്, ഫീസ് 2 മുട്ട. എന്ത് പ്രശ്നം വന്നാലും അമ്മാവനെ വിളിക്കണം, ഫീസ് 2 മുട്ട. ഫീസ് തരാൻ മുട്ടയില്ലാത്തതാ പ്രശ്നം, അതിനെ വിളിക്കണോ? അമ്മാവനെ വിളിക്കണം, ഫീസ് 2 മുട്ട. ഞാൻ വിളിക്കുന്ന പ്രശ്നം ഇല്ല. കംപ്ലീറ്റ് പരസ്യം കൊടുത്തിട്ടുണ്ട്, കാട്ടിൽ മൊത്തം പ്രശ്നക്കാരാ. എന്നിട്ട് ആരെയും കാണത്തില്ലല്ലോ. വരുമെന്നാ പറഞ്ഞത് സൂത്ര, വരും വരും. ഇത്രയും പേരോ? ഇതെൻ്റെ അമ്മാവനാ, ഇതെൻ്റെ അമ്മാവൻ. എൻ്റെ അമ്മാവന് വന്നിട്ടുണ്ട്. അമ്മാവനെ വിളിച്ചു, ഇനി എന്ത് ചെയ്യണം എന്ന് പറ. എല്ലാവരും സ്വന്തം അമ്മാവനെ വിളിച്ചത് കാലമാടാ. എൻ്റെ സൂത്രൻ കുഞ്ഞേ, എനിക്ക് തീരെ വയ്യ. എനിക്ക് അത്ര പോലും വയ്യ സൂത്രൻ കുഞ്ഞേ. എനിക്ക് മുതുകിന് വല്ലാത്ത വേദനയാ, തണുപ്പ് കാരണമാ. എൻ്റെ മുതുകിന് അതിനേക്കാൾ വേദനയാ, അതിനേക്കാൾ തണുപ്പല്ലേ. ഇവിടെ ഒരു മൂങ്ങ വൈദ്യുണ്ടെന്ന് കേട്ട്, ഒന്ന് ചികിത്സിക്കണം, എന്നെ ചികിത്സിക്കണം. പണിയായി. ഇതാരാ സൂത്ര? ഓ, എൻ്റെ 2 വല്യമ്മമാരാ, മഹാശല്യങ്ങളാ. ഇനി 2 ദിവസം കഴിഞ്ഞേ ഒഴിഞ്ഞു പോവും. ഓ, എന്താ ഒരു സ്വകാര്യം? ഞാൻ കേട്ടില്ല, ഞാൻ തീരെ കേട്ടില്ല. അല്ല, 2 പേരെ ഒരുമിച്ച് വൈദ്യര് ചികിത്സിക്കലെന്ന് പറയുകയായിരുന്നു. ആദ്യം ഒരു വല്യമ്മാവനെ കൊണ്ടുപോകാം, അത് കഴിഞ്ഞ് അതിനേക്കാൾ വലിയ അമ്മാവനെ. വല്ലാത്ത തണുപ്പാ വൈദ്യരെ, അതാ എപ്പോഴും വേദന. മറ്റേ വല്യമ്മാവനും അതിനേക്കാൾ വേദനയാ. ഈ മുതുക് മാറ്റി വേറെ മുതുക് വയ്ക്കുന്ന ചികിത്സയുണ്ടോ വൈദ്യരെ? അതാ, അതൊരു പോത്തിൻ്റെ തോല. ഇത് നട്ടുച്ചയ്ക്ക് കുളത്തിലെ വെള്ളത്തിൽ മുക്കണം, എന്നിട്ട് അത് പിഴിഞ്ഞ് മുതുകിൽ തടവണം. അങ്ങനെ 2 ദിവസം വേണം. പറ്റില്ലേ? പറ്റും പറ്റും. 2 ദിവസം കഴിഞ്ഞേ വല്യമ്മമാർ ഒഴിഞ്ഞു പോകും അല്ലേ സൂത്ര? തോല് കുളത്തിൻ്റെ അടുത്ത് തന്നെ വയ്ക്കാം, ഉച്ചയ്ക്ക് മുക്കി പിഴിയേണ്ടതല്ലേ. മറ്റേ വല്യമ്മാമ എവിടെ പോയി? നടക്കാനല്ല ഇറങ്ങിയതായിരിക്കും. ഉച്ചയായി, വാ, മുക്കി പിഴിയണ്ടേ. ആന പിടിക്ക് ശേരു, ഒരു പോത്തിൻ്റെ തോലിൽ ഇത്രയും വെയിറ്റോ? ഓ, സൂത്രനോ, എന്ത് പറ്റി? വല്യമ്മാവൻ്റെ വേദന എങ്ങനെയുണ്ട്? തോല് മുക്കി പിഴിഞ്ഞു, തടവിക്കൊടുത്ത്. പക്ഷേ അതോടെ മറ്റേ അമ്മാവൻ്റെ വേദന കൂടി. അതെങ്ങനെ? മുക്കിപ്പിഴിഞ്ഞ് തോലിനകത്ത് ഒരമ്മാവനുണ്ടായിരുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല വൈദ്യരെ. ഒരു തോല് കണ്ടപ്പോൾ മൂടിപ്പൂച്ച് കിടന്നത് തണുപ്പ് കാരണം. അയ്യോ, ഹവോ, ഇനിൻ്റെ ചിതയിലേക്ക് എടുത്തോളൂ സൂത്ര. അയ്യോ, താനങ്ങോട്ടാ ഇതുവഴി? കുഴിയെ വീണതാണോ? തനിക്ക് മുഖത്ത് കണ്ണില്ലേ? വീഴ്ച നിൽക്കാതെ ഒന്ന് പിടിച്ച് കയറ്റണോ? പിടിക്കാൻ കഴിയത്തില്ല. ഒരു വള്ളിയോ മറ്റോ ഇട്ടതാണോ? വള്ളിയോ മറ്റോ കൊണ്ടുവരാം. ഒരു വള്ളിയോ മറ്റോ കിട്ടുമോ? സമയമില്ല, ഞാൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. റിപ്പോർട്ടറോ? അതെ. ചേട്ടൻ ആ മരപ്പത്ത് കണ്ടോ? അതിലൊരു അണ്ണാൻ കുരുങ്ങിയത് കണ്ടോ? അണ്ണാൻ പൊത്തിൽ കുരുങ്ങി. ഈ വാർത്ത ഞാൻ എൻ്റെ കാട്ടിലെത്തിക്കും. ഒപ്പം ഞാൻ ഈ വരയ്ക്കുന്ന ചിത്രവും കാണിക്കും. എൻ്റെ കാട്ടിൽ വിദേശ വാർത്ത എത്തിക്കുന്നത് ഞാനാണ്. എന്ന് വെച്ചാൽ മറ്റു കാടുകളിലെ വാർത്ത. അതിനിത് മറ്റു കാടല്ലല്ലോ, ഈ കാട് തന്നെയല്ലേ. അത് നിങ്ങൾക്ക്, ഞങ്ങൾക്കിത് വിദേശ കാടാണ്. എൻ്റെ വാർത്തയും ചിത്രവും കാണാൻ കാത്തിരിക്കുകയാണ് അവിടെ എല്ലാവരും. ഈ അണ്ണാൻ്റെ ചിത്രവും കാണിക്കുമല്ലേ? അണ്ണാൻ്റെ വാലിൻ്റെ ചിത്രം കാണിക്കും. തലാകത്തല്ലേ? അയ്യോ, വള്ളിയുടെ കാര്യം മറന്നു. ഓ, എൻ്റെ കൂടെ വരാമോ? ഒരു വിദേശ വാർത്തയുണ്ട്. എവിടെ? വാ. സൂത്രനും ഷെഴും കുഴിയിൽ വീണു, അതാണ് വാർത്ത. വേഗം വരച്ചോ. എന്തിനാ ഞാനും ചാടിയതെന്നോ? എന്നാലല്ലേ എൻ്റെ ചിത്രം വിദേശ വാർത്തയിൽ വരും. സൂത്ര, കൂടുതൽ കുർമ്മതയോടെ ചിരിക്കാൻ പഠിക്കുന്നേ. 4 പേര് അറിയട്ടെ നമ്മൾ കുഴിയിൽ വീണ കാര്യം. എന്താ നോക്കുന്നത്? ഗുഹയാ സൂത്ര. ഈ ഗുഹയിൽ ഏതോ ഭയങ്കരൻ വന്ന് താമസം തുടങ്ങി എന്ന് കേട്ടു. അതാരാണെന്ന് ആലോചിക്കുകയാ ചേട്ടാ. ഭയങ്കരനെ ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? ആരാണെന്ന് അറിഞ്ഞിട്ട് ഇപ്പം എന്തിനാ? ചുമ്മാ അറിയാനൊരു മോഹം. എന്നാൽ പിന്നെ അകത്ത് കയറി നോക്കിയാൽ പോരെ? അയ്യോ, അതെനിക്ക് ധൈര്യമില്ല. ഐഡിയ, ചേട്ടൻ കയറി നോക്ക്. ഞാനാ? എനിക്കെന്ത് വയ്യ. അല്ലെങ്കിലേ എനിക്ക് ഭയങ്കരമാരെ ഇഷ്ടമല്ല. അവർ പൊതുവെ മണ്ടന്മാരും വൃത്തികെട്ടവന്മാരുമാണ്. എന്നാൽ ഷേര് ചേട്ടൻ കയറും. ചേട്ടൻ്റെ ഞെളിഞ്ഞുള്ള നിൽപ്പ് കണ്ടാലേ അറിയാൻ പറ്റുമെന്ന്. അയ്യോ, എനിക്ക് പേടിയാ. നിന്ന് തെറ്റിപ്പോയതാ. ഓ, 2 പേർക്കും പേടിയായതുകൊണ്ട് വേറെ ആരുടെങ്കിലും ചോദിക്കാം. എനിക്ക് പേടിയൊന്നുമില്ലടോ. ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. നിവർന്ന് നടക്കേട്ടാ. വൃത്തികിട്ട ഒരു ഭയങ്കരൻ്റെ ഗുഹയിൽ കയറാൻ ധൈര്യമുണ്ടോ? ഇല്ല, ഭയങ്കരൻ്റെ ഗുഹയിൽ താല്പര്യമില്ല. ഏത് ഗുഹ? ഞാൻ കയറി നോക്കാം. ഭയങ്കരനെയാ. ഭയങ്കരം മാത്രമല്ല, മണ്ടന് വൃത്തികിട്ടവനുമാണെന്നാ സൂത്രം പറഞ്ഞത്.
മണ്ടൻ്റെയും വൃത്തികെട്ടവൻ്റെയും ഗുഹയിൽ സൂത്രൻ കയറാറില്ല. ദേ അതാണ് ഗുഹ. ഇത് ചേട്ടൻ്റെ ഗുഹയാണെന്നോ? ഓ അപ്പോൾ ചേട്ടനാണോ മണ്ടനെ വൃത്തികെട്ടവരും? സൂത്ര ഓടിക്കോ. എൻ്റെ അച്ഛനെ ഞാൻ കഴിഞ്ഞ ആഴ്ച കുഴിയിൽ വീഴ്ത്തി. കഴിഞ്ഞ ആഴ്ച ഒരു തമാശയ്ക്ക് ചെയ്തതാണ്. അച്ഛനെ ഞാൻ ഗുഹയിൽ നിന്ന് ഇറക്കി വിട്ടു, 2 തല്ലും കിട്ടി. എനിക്കാണെങ്കിൽ ഗുഹയിൽ നിന്ന് വിട്ടു നിൽക്കാനും വിഷമം. എന്താ വഴി? ഗുഹയിലേക്കുള്ള വഴിയാണോ? അച്ഛൻ്റെ പിണക്കൻ മാറിയോ എന്നതാണ്. അത്രയല്ലേ ഉള്ളൂ. വെരി സിമ്പിൾ. താൻ വേഷം മാറി ഒരു അപരിചിതനെ പോലെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലും. ഈ പുല്ല് താടിയും മുടിയും പോലെ ഒട്ടിച്ച് വെച്ച് വേഷം മാറാം. ഒട്ടിക്കാൻ പറ്റില്ല, പക്ഷെ തൊട്ടാൽ എനിക്ക് ചൊറിച്ചിൽ വരും. എന്നാൽ പിന്നെ വേറൊരു വഴി കിട്ടാം. നിങ്ങളുടെ ചെറിയൊരു സഹായം വേണം. താൻ തലയിലിരിക്കും, മറ്റവൻ താടിയിൽ പിടിച്ച് തൂങ്ങണം. കാലൊന്നും പുറത്ത് കാണരുത് കേട്ടോ. ഇപ്പം ശരിക്കും താടിയും മുടിയും ആയില്ലേ? എത്ര നിസ്സാരം. ഓ സൂത്രനെ സമ്മതിച്ചു. പോയിട്ട് വരാം കേട്ടോ. പതുക്കെ ഓടണം, ഞങ്ങളെ പിടിവിടുന്നില്ലേക്ക്. ഞാനൊരു അപരിചിതനെ അല്ല ചേട്ടാ. എന്താ വേണ്ടത്? ഇവിടെ വേറെ ആരും ഇല്ലേ? ഉണ്ടായിരുന്നു എൻ്റെ മകൻ. കഴിഞ്ഞ ആഴ്ച അവനെ ഞാൻ വല്ലാതെ വഴക്ക് പറഞ്ഞു. 2 തല്ലും തല്ലി. അല്ല തല്ലിയിട്ടുണ്ടാവും, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, ഇപ്പോൾ ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ടോ? എനിക്ക് രക്ഷപ്പെട്ട്. അച്ഛാ ഇത് ഞാൻ തന്നെ അച്ഛാ. മോനിവിടെ നിൽക്ക്, ഞാനിതാ വരുന്നു. രക്ഷപ്പെട്ടു. ഒരാഴ്ച കൊണ്ട് നീ ആകെ കോല കിട്ട് പോയല്ലോടാ. പേടിക്കണ്ട, ഇവൻ നല്ലൊരു മുടിവെട്ടുകാരനാ. ഷറ പറയുന്നത് വെട്ടി തരും. പക്ഷെ തീർന്ന് വിടരുതവനെ. മുള്ളമ്പന്നിയെ മുടിയാക്കുന്ന ഐഡിയ വിവരം കിട്ടുവേണ്ടി അവനെ തീർക്കണമെന്ന്.